ഹായ് ഓൾ. അപ്പം സ്കൂളിൽ ലേണിംഗിലേക്ക് വൺസ് അഗെയിൻ വെൽക്കം. മൈസെൽഫ് വിബിന. ഞാൻ സ്കൂളിൽ ലേണിംഗിലെ ബയോളജി ഫാക്കൽറ്റി ആണ്. ഹോപ്പ് യു റിമെമ്പർ മീ. എന്നെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ? ഓക്കെ. അപ്പം ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഉപദേശം എന്ന് കണക്കാക്കണ്ട, ചെറിയൊരു എന്താ പറയാ, ഒരു ടിപ്പായിട്ടാണ്. ഓക്കെ, ഒരു ടിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം അല്ലേ? ഫുഡ് ആൻഡ് ഫോക്കസ്, വാട്ട് സ്റ്റുഡൻസ് ഷുഡ് ഈറ്റ് ടു സ്റ്റഡി ബെറ്റർ. നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണമെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ കഴിക്കേണ്ടത്? ഇതാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നതെന്ന് അല്ലേ? ഞങ്ങൾക്ക് അറിയില്ലേ ഫുഡ് കഴിക്കാന്നൊക്കെ അല്ലേ? ഇനിയിപ്പോ ക്ലാസ് ഒക്കെ തുടങ്ങാറായി നമ്മുടെ. അപ്പോ ഇനി ഒരു ഓട്ടായിരിക്കും. ഇനി പഠിക്കാൻ കുറേ ഉണ്ടാവും, കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഹോബീസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാവും അല്ലേ? പിന്നെ ഇങ്ങോട്ട് ഓട്ടാണ് ചെറുതായിട്ടൊക്കെ. അപ്പൊ എന്താ ഇതൊന്നും പറഞ്ഞു തരാൻ ചിലപ്പോൾ ഇനി സമയം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്നതിന്റെ മുന്നേ നമ്മൾ ഈ കൊല്ലത്തെ അക്കാദമിക് ഇയറിലേക്ക് അല്ലെ, 2025-26 അക്കാദമിക് ഇയറിലേക്കുള്ള എന്താണ് ഒരു ടിപ്പ് അതിനു മുമ്പ് എനിക്ക് പറഞ്ഞു തരണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെ ഫുഡാണ് നിങ്ങൾ കഴിക്കേണ്ടത്? നമുക്കൊരു റെസൊല്യൂഷൻ പോലെ എടുക്കാം. ഈ വർഷത്തേക്കുള്ള ഒരു റെസൊല്യൂഷൻ ആയിട്ട് കണക്കാക്കരുത്. ഞാൻ ഇന്ന ടൈപ്പ് ഓഫ് ഫുഡൊക്കെ കഴിക്കുള്ളൂ, എനിക്ക് എന്റെ ഹെൽത്തും കുറച്ചും കൂടെ ഒക്കെ ശ്രദ്ധിക്കണം അല്ലേ? നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു മെന്റൽ ഹെൽത്തും കൂടി ഉണ്ടാവുള്ളൂ. നമ്മുടെ ബോഡി വൈസ് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരുന്നാലേ നമ്മുടെ മെന്റൽ ഹെൽത്തും ബൂസ്റ്റപ്പ് ആവുള്ളൂ. അതറിയില്ലേ നിങ്ങൾക്ക്? സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഫുഡ് എന്തൊക്കെയാണ് ഫുഡിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട മാറ്റങ്ങൾ, എങ്ങനത്തെ ഫുഡുകളൊക്കെ നമ്മൾ പഠിച്ചാൽ നമുക്ക് കുറച്ചും കൂടി അക്കാദമിക് പെർഫോമൻസ് കൂട്ടാൻ പറ്റും, നമുക്ക് കുറച്ചും കൂടി മാർക്ക് കിട്ടാൻ പറ്റും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ടാണോ എനിക്ക് മാർക്ക് കിട്ടാൻ പോകുന്നത്, അപ്പൊ പഠിക്കണ്ടേന്ന്? പഠിക്കണം, ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് തിങ് അല്ലെ? പഠിക്കണം. പക്ഷെ എന്താണ്, എത്ര പഠിച്ചിട്ടും ചില കുട്ടികൾക്ക് എന്തുണ്ടാവില്ല, ചിലപ്പം മനസ്സിലാവുണ്ടാവില്ല, അല്ലെങ്കിൽ തലയിൽ കയറുന്നുണ്ടാവില്ല. മിസ്സേ ഞാൻ ഇത് ഇന്നലെ ഒക്കെ പഠിച്ചതാ, പക്ഷെ എന്താ പിറ്റേന്ന് പരീക്ഷ വന്ന് എഴുതിയപ്പോ എനിക്ക് മാർക്ക് കിട്ടിയില്ല, ഞാൻ മറന്നുപോയി, എനിക്ക് ഉറക്കം വന്നു, ഇങ്ങനെ കുറേ പരാതികള് എക്സാം കഴിഞ്ഞ് റിവ്യൂ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അല്ലെ? അപ്പൊ എന്താ, നമ്മൾ ചിലപ്പം ആ എക്സാം ഡേന്റെ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അന്ന് ഉച്ചയ്ക്ക് മീൽ കഴിക്കാതെ പോയിട്ടുണ്ടാവും. എന്താ, നമ്മൾ ഫുഡൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തിട്ടല്ലേ തലേന്നാണ് എല്ലാം കൂടി ഇരുന്ന് പഠിക്കുക. അപ്പൊ തലേന്ന് വന്നിട്ട് എല്ലാം കൂടി പഠിക്കുമ്പോ അമ്മയുടെ അടുത്ത് പറഞ്ഞ് നമ്മൾ പറയും, എനിക്ക് ഫുഡ് വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് പഠിച്ചാൽ മതി, എനിക്ക് പോയാൽ മതി അല്ലേ? എന്നിട്ട് നമുക്കാണെങ്കിലോ എക്സാം വരുമ്പോ ക്ഷീണമായിരിക്കും, ഇമ്പോർട്ടന്റ് ആയ എന്തെങ്കിലും എസ്സേയോ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മറക്കുകയും ചെയ്യും അല്ലേ? അപ്പൊ പ്രോപ്പർ ആയിട്ട് ഫുഡും കൂടി നമ്മുടെ കുട്ടികൾ കഴിച്ചിരിക്കണം. ഇത് പെർട്ടിക്കുലർലി ഇപ്പം ചെറിയ കുട്ടി വലിയ കുട്ടി എന്നൊന്നല്ല, എല്ലാ കുട്ടികളോടും കൂടി എനിക്ക് പറയാനുള്ള ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ് ആൻഡ് ടിപ്സ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നിങ്ങള് എന്താണ് കുറേ പഠിക്കാതെ, എല്ലാം പഠിച്ചു എല്ലാം പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ സിലബസ് മൊത്തം കവറാക്കി അല്ലെ? പിന്നെ ഒരു ഡൗട്ടാണ്, ഇത് എനിക്ക് കിട്ടുമോ, ഇത് എനിക്ക് മറക്കുമോ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? The secret might be your next meal. നമ്മുടെ പരീക്ഷയ്ക്ക് നമുക്ക് മാർക്ക് കിട്ടുന്നതിൽ ഒരു കാരണം ചിലപ്പോൾ നമ്മുടെ അടുത്ത മീലായിരിക്കും, നമ്മുടെ ഭക്ഷണമായിരിക്കും. ഓക്കെ, അതെന്തൊക്കെയാണ്, ആ ഭക്ഷണത്തിൽ ഇനി നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മളൊരു ചില കുട്ടികൾക്ക് ഒന്നും കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല, ചില കുട്ടികൾക്കാണെങ്കിൽ എല്ലാം കഴിക്കും, പക്ഷെ എന്താണ് ഭയങ്കര ഓവറായിട്ട് ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും ഒക്കെ കുത്തി കയറ്റി അല്ലെ? അങ്ങനെയല്ല, നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് നമുക്ക് കൊണ്ടുവരണം. ഓക്കെ, സോ നമ്മൾ രാത്രിയൊക്കെ പഠിക്കും അല്ലെ? ഫ്രം ഓൾ നൈറ്റ് ക്രാം സെക്ഷൻസ് ടു ഏർലി മോർണിംഗ് ക്ലാസ്സസ്, യുവർ ബ്രെയിൻ നീഡ്സ് ഫ്യൂവൽ. നമ്മൾ രാത്രിയൊക്കെ പഠിക്കും, രാവിലെ പിന്നെ ഒരു ഓട്ടാണ് അല്ലെ? എന്താണ്, നമുക്ക് ബ്രെയിന് റെസ്റ്റ് ഇല്ലെങ്കിലോ തീരെ സുഖം ഉണ്ടാവില്ല. ബ്രെയിനിന് പിന്നെ റെസ്റ്റ് ഇല്ലെങ്കിൽ തീരെ സുഖം ഉണ്ടാവില്ല, നമുക്ക് പഠിക്കാനേ പറ്റില്ല. പിന്നെ അപ്പൊ ബ്രെയിൻ എന്ത് വേണം? പ്രോപ്പർ റെസ്റ്റ് വേണം. നമ്മൾ നന്നായിട്ട് ഉറങ്ങണം, ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂറെങ്കിലും മിനിമം. വലിയ ക്ലാസ്സിൽ എത്തുന്തോറും ഉറങ്ങേണ്ട മണിക്കൂറുകളുടെ എണ്ണമൊക്കെ കുറയും, എന്നാലും ഒരു 7 മണിക്കൂർ മിനിമം ഉറങ്ങുക. അതിന്റെ കൂടെ തന്നെ റെസ്റ്റിൽ ഇരിക്കുമ്പോൾ പോലും, ഇവൻ നമ്മൾ ഉറങ്ങുകയാണെങ്കിലും നമ്മൾ റെസ്റ്റിൽ ഇരിക്കുകയാണെങ്കിൽ കൂടി നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് 20% ഓഫ് നമ്മുടെ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ബ്രെയിനിന് എനർജി വേണം. അപ്പൊ അതിന് എപ്പോഴും ഒരു ഫ്യൂവല് വേണം അല്ലെ? വണ്ടി ഓടാൻ എപ്പോഴും ഒരു പെട്രോളോ ഡീസലോ എന്തെങ്കിലും വേണ്ടേ? അതുപോലെ നമ്മുടെ ബ്രെയിന് വർക്ക് ചെയ്യണമെങ്കിൽ ഫ്യൂവല് വേണം, അതിന് എന്തെങ്കിലും വേണം. അതെങ്ങനെ കിട്ടുക? ഇൻ ദ ഫോം ഓഫ് ന്യൂട്രീഷൻ ത്രൂ ഫുഡ്. ഫുഡിലൂടെയാണ് നമുക്ക് കിട്ടുക അല്ലേ? സോ
നമ്മളപ്പോ ഫുഡ് കഴിച്ച് നമ്മുടെ ബ്രെയിനിനെ ഹെൽത്തി ആയിട്ടിരിക്കണം. ഇവിടുന്നാണ് എഴുത്തിലേക്കുള്ള അല്ലെങ്കിൽ പരീക്ഷ എഴുതാനുള്ള ഏക മാർഗം അല്ലെ, പ്രോപ്പർ ആയിട്ട് എഴുതാനുള്ള മാർഗം. സോ ഞാൻ എന്താ ചോദിച്ചിരിക്കുന്നത്, ബട്ട് ആർ ചിപ്സ് ആൻഡ് എനർജി ഡ്രിങ്ക്സ് ആർ റിയലി ഹെൽപ്പിംഗ്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മൾ പഠിക്കുമ്പോൾ കുറേ ചിപ്സും കുറേ എനർജി ഡ്രിങ്ക്സ് അല്ലെ, കൊക്കോകോള, പെപ്സി, കുറേ എനർജി ഡ്രിങ്ക്സ്, കുറേ സംഭവങ്ങൾ നമ്മളിങ്ങനെ വാങ്ങി വെക്കും അല്ലെ, നമുക്ക് കുറിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് കഴിക്കുന്ന അത്ര നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇത് കഴിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ വേഗം ഉറക്കം വരും. ഇനി നല്ല എണ്ണയിലിട്ട നല്ല എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കും അല്ലെ, ഇത് കഴിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണാവും, വേഗം ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്ന് തോന്നും അല്ലെ. സോ ഈ ഫാസ്റ്റ് ഫുഡ്, ഈ അധികം ഷുഗർ അടങ്ങിയ ഫുഡ് അല്ലെങ്കിൽ അധികം ഓയിലി ആയിട്ടുള്ള ഫുഡൊക്കെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒഴിവാക്കി കൊണ്ടുവരാം. ഇതിപ്പോ നിങ്ങളുടെ അക്കാദമിക്സിന്, അപ്പാർട്ട് ഫ്രം ദ അക്കാദമിക്സ് ഓൾസോ, നിങ്ങളുടെ ഹെൽത്തിന് വളരെ നല്ലൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ജങ്ക് ഫുഡ് കുറച്ചങ്ങോട്ട് കുറച്ചോളൂ, കുറച്ച് ടേസ്റ്റ് കുറയുന്നേ ഉള്ളൂ. പക്ഷെ നമുക്കൊക്കെ നല്ല കൈപ്പുണ്യമുള്ള അമ്മമാരുണ്ട് അല്ലെ. ഈ അമ്മമാർക്ക് എല്ലാം എന്തുണ്ടാക്കി തരാൻ പറ്റും? നല്ല ഫുഡ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചിലപ്പം ലീഫി വെജിറ്റബിൾസ് ഇഷ്ടാവില്ല, നിങ്ങൾക്ക് പച്ചക്കറികൾ ഇഷ്ടാവില്ല, അവർക്ക് അതുകൊണ്ട് നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി തരാനൊക്കെ അറിയുണ്ടാവും. അപ്പൊ ഈ അമ്മമാരുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ അവർ ഫുഡിൽ തെളിയിക്കുന്നുണ്ട്. നിങ്ങൾ അതൊന്നും കഴിക്കുന്നുണ്ടാവില്ല ചിലപ്പം അല്ലെ. നിങ്ങൾ പറയും, അയ്യോ എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട, എനിക്കത് വേണ്ട, ഞാനിത് കഴിക്കില്ല എന്ന് പറയും. അങ്ങനെ ചെയ്യരുത്. നമുക്ക് എന്ത് വേണം? നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് ഒക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നല്ല നല്ല ഇലക്കറികളും നല്ല നല്ല ചേമ്പും കാച്ചിലും ഇതൊക്കെ പറമ്പിൽ കിട്ടുമല്ലേ നമ്മുടെ, അതൊക്കെ കഴിക്കാനൊന്ന് ശ്രമിച്ചു നോക്കും. ഓക്കെ, നോക്കൂ ഈ പിക്ചറിൽ നോക്കൂ, രണ്ട് ബ്രെയിൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഫാസ്റ്റ് ഫുഡും ഒന്ന് നമ്മുടെ നോർമൽ പച്ചക്കറികളും നിലക്കറികളും ഫ്രൂട്ട്സ് ഒക്കെ അടങ്ങിയത്. ഏത് ബ്രെയിൻ ആണ് നല്ല കളർഫുൾ ആയിട്ട് കത്തി നിൽക്കുന്നത്? നമ്മുടെ നോർമൽ ഫുഡ്, നമ്മുടെ എന്താ ഈ ഫാസ്റ്റ് ഫുഡ് അല്ലാത്ത അധികം ഷുഗറും ഓയിലും ഒന്നും ഇല്ലാത്ത ഫുഡുകൾ കഴിക്കുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ ഭയങ്കര ആരോഗ്യവതി അല്ലെങ്കിൽ ആരോഗ്യവാനായിട്ടിരിക്കുന്നത്. ഓക്കെ, സോ എന്ത് കഴിക്കുക? നല്ല ഫുഡ് കഴിക്കുക. Studies show that the brain uses about 20% of the body energy even at rest. ഞാൻ നിങ്ങളോട് പറഞ്ഞു, റെസ്റ്റിലായിരിക്കുമ്പോൾ പോലും നമ്മുടെ ബോഡിയിലെ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് 20% ഓഫ് ദ എനർജി അവർ യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എപ്പോഴും ഫ്യൂവല്, നമുക്ക് എപ്പോഴും എനർജി ബൂസ്റ്റപ്പ്, ബ്രെയിനിന് വേണ്ടിയിട്ടുള്ള എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഫ്യൂവല് നമ്മൾ ഫുഡിലൂടെ കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇനി ലാൻസെറ്റ് ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ഹെൽത്ത് ജേർണൽ ഒരു പഠനത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്, സ്റ്റുഡൻസ് ഹു ഫോളോഡ് എ ന്യൂട്രീഷ്യസ് ഡയറ്റ് ഹാഡ് ബെറ്റർ കോഗ്നിറ്റീവ് പെർഫോമൻസ് ആൻഡ് അക്കാദമിക് അച്ചീവ്മെന്റ്. അവർക്ക് കോഗ്നിറ്റീവ് പെർഫോമൻസ് എന്ന് വെച്ചാൽ എന്താണ്? അവരുടെ ലേണിംഗ്, മെമ്മറി, അവരുടെ ബുദ്ധി അല്ലെ, ഇതൊക്കെ അവർക്ക് കൂടുതലായിരിക്കും. കൂടുതൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുന്നവർ, കൂടുതൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നവർക്ക്, അങ്ങനെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ അക്കാദമിക് പെർഫോമൻസിൽ നന്നായിട്ട് അവർക്ക് പെർഫോം ചെയ്യാനും അവരുടെ അച്ചീവ്മെന്റ് കൂട്ടാനും പറ്റും, അവർക്ക് ടോപ്പർ ആവാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ കോഗ്നിറ്റീവ് പെർഫോമൻസ്, അവരുടെ ബുദ്ധി, അവരുടെ ലേണിംഗ് അബിലിറ്റി, അവരുടെ മെമ്മറി പവർ, ഇതൊക്കെ അവർക്ക് കൂടുന്നുണ്ട്. ഇതൊക്കെ പഠനം തെളിയിച്ചതാണ്. അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്, omega-3 ഫാറ്റി ആസിഡ്സും ആന്റി ഓക്സിഡൻസും വൈറ്റമിൻ ബി ഒക്കെ കഴിക്കുന്ന പിള്ളേർക്ക് അവരുടെ അറ്റൻഷനും മെമ്മറിയും ഒക്കെ കമ്പാരിറ്റീവ്ലി ഇതൊന്നും കഴിക്കാത്ത പിള്ളേരെക്കാളും വളരെ കൂടുതലാണെന്നുള്ള കാര്യം. ഓക്കെ, അതുകൊണ്ട് ഇൻ ഷോർട്ട് നമുക്ക് എന്ത് പറയാം? ഗുഡ് ഫുഡ്, ബെറ്റർ ഫോക്കസ്, ബെറ്റർ മെമ്മറി ആൻഡ് ബെറ്റർ റിസൾട്ട്സ്. ഓക്കെ, സോ എന്തൊക്കെ ഫുഡാണ് ഇനി ടീച്ചർ ഒന്നും പറഞ്ഞു തന്നില്ലല്ലോ, നമുക്ക് ഇനി എന്തൊക്കെ ഫുഡാ കഴിക്കേണ്ടതെന്ന് വിചാരിക്കണ്ട. ഞാനിവിടെ ടോപ്പ് 5 ഫുഡ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം, എന്തൊക്കെയാണ് മക്കള് ഉൾപ്പെടുത്തേണ്ടതെന്ന്. എന്തൊക്കെയാണ്? ആദ്യമായിട്ട് ഞാൻ തന്നിരിക്കുന്നത് വാൾനട്ട്, അക്രോട്ട്. വാൾനട്ട് ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും, ചിലർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലെ. നമ്മുടെ ബ്രെയിനിന്റെ പിക്ചർ പോലെയാണ്, അത് വല്ലാത്തൊരു കോയിൻസിഡൻസ് ആണ്. നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചർ പോലെയാണ് ഈ വാൾനട്ടിനെ കാണാൻ, ചെറിയ ചെറിയ ബ്രെയിൻ പോലെ ഇരിക്കും വാൾനട്ട്. ഓക്കെ, അത് പറയുന്നത് omega-3 ഫാറ്റി ആസിഡ്സിന്റെ ഒരു കലവറയാണ്, ഒരു സ്റ്റോർ ആണ്. ഓക്കെ, വാൾനട്ട് എന്ന് പറയുന്നത് omega-3 ഫാറ്റി ആസിഡ്സിന്റെ ഒരു വലിയ കലവറയാണ്. ഈ omega-3 ഫാറ്റി ആസിഡ്സ് നമ്മളുടെ ബ്രെയിൻ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് ആണ്. ഇനി യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ പറഞ്ഞിട്ടുണ്ട്, സ്റ്റുഡൻസ് ഹു കൺസ്യൂംഡ് വാൾനട്ട്സ് ഹാഡ് ബെറ്റർ റിയാക്ഷൻ ടൈംസ് ആൻഡ് കോഗ്നിറ്റീവ് ടെസ്റ്റ് സ്കോർസ്. എന്താണ്? അവരുടെ ബുദ്ധി, അവരുടെ ലേണിംഗ് അബിലിറ്റി അല്ലെങ്കിൽ മെമ്മറി പവർ, ക്രിയേറ്റിവിറ്റി, ഇതൊക്കെയെന്ന് പറയുന്നത് ഈ വാൾനട്ട് കഴിക്കുന്ന കുട്ടികളുടെയാണ് കേട്ടോ പറയുന്നത്, വളരെ കൂടുതലാണെന്ന് കാലിഫോർണിയ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ. സോ വാൾനട്ട് നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ അത് ഉൾപ്പെടുത്താം. എന്നുവെച്ചാൽ വാൾനട്ട് കുറച്ച് കോസ്റ്റ്ലി ആണ്. ഞാൻ ഒരു പാക്കറ്റ് വാൾനട്ട് വാങ്ങി എൻ്റെ പോക്കറ്റ് കാലിയായി എന്ന് ആരും പറയണ്ട. 1-2 വാൾനട്ട് കഴിക്കാൻ നോക്കുക. ഇനി എല്ലാം കൂടി അമൃതും വിഷം എന്നാണല്ലോ, എല്ലാം കൂടി ഒറ്റയടിക്ക് കഴിക്കാനൊന്നും ആരും നോക്കണ്ട. ഓക്കെ, കുറച്ചൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ നോക്കുക. ഓക്കെ. അതുപോലെ തന്നെ മുട്ട ഇപ്പൊ ഇഷ്ടമില്ലാത്തവരും ഇഷ്ടമുള്ളവരും ഉണ്ടാവും അല്ലെ. മുട്ട എന്തായാലും കഴിക്കണം. ചില കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ചില കുട്ടികൾ എഗ് യോക്ക് കഴിക്കും, എന്നിട്ട് എഗ്ഗിന്റെ വൈറ്റ് മാറ്റി വെക്കും. ചില കുട്ടികളാണെങ്കിൽ എഗ്ഗ് കഴിക്കും, മറ്റേ വൈറ്റ് കഴിക്കും, എഗ് യോക്ക് കഴിക്കില്ല. അങ്ങനെ പല ടൈപ്പ് ഓഫ് കുട്ടികളുണ്ട്. ചില കുട്ടികൾ മുട്ടയൊക്കെ അങ്ങനെ കഴിക്കുന്ന കുട്ടികളുണ്ട് അല്ലെ. സോ ഈ എഗ്ഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ. എഗ്ഗ് ഞാൻ പറയുകയാണെങ്കിൽ വെദർ നിങ്ങൾ വെജിറ്റേറിയൻ ആയിക്കോട്ടെ നോൺ വെജിറ്റേറിയൻ ആയിക്കോട്ടെ, നിങ്ങൾ മുട്ട കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, മുട്ട കഴിച്ചോളൂ. മുട്ട വെജിറ്റേറിയനിൽ പെടുന്ന ഒരു ഫുഡ് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനിപ്പോ കുറെ എന്താ പറയാ, പലരും അത് നോൺ വെജ് ആണ് എന്നൊക്കെ പറഞ്ഞ് തർക്കങ്ങളുണ്ട്. പക്ഷെ അത് വെജിറ്റേറിയനിൽ പെടുന്നത് തന്നെയാണ്, പഠനങ്ങളൊക്കെ തെളിയിക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യണം, മുട്ട നിങ്ങൾ കഴിക്കാൻ നോക്കുക. ഓക്കെ, ഒരു മുട്ടയോ 2 മുട്ടയോ ഇത് ഒരു ദിവസം കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. സോ എഗ്സ് ആർ പാക്ഡ് വിത്ത് കോളിൻ. എന്തിനാണ് ഈ മുട്ട കഴിക്കുന്നത്? ഇതിൽ കോളിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, അസറ്റൈൽ കോളിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. ഇതൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. എന്താണ്? ഇതൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഇത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയും മസിൽസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഈ അസറ്റൈൽ കോളിൻ. ഇത് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് നമ്മുടെ മുട്ട. Okay, so according to a study from Boston University, higher choline intake was associated with better academic performance. Okay, ഇതൊക്കെ പല യൂണിവേഴ്സിറ്റീസും പല വലിയ റിസർച്ച് പേപ്പറിലും ഒക്കെ വന്നിട്ട് തെളിയിച്ച കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ മുട്ട കഴിക്കാൻ നോക്കുക. നമ്മുടെ കേരള സ്റ്റൈലിലാണെങ്കിൽ നമുക്ക് നമ്മുടെ മുട്ടക്കറി അല്ലെ, ഭയങ്കര ഇഷ്ടമാണ് മുട്ടക്കറി, അപ്പം, ഈ വക കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ മുട്ടക്കറി ഇട്ടിട്ട് തട്ടിമാറ്റിയൊന്നും വേണ്ട ആരും. എന്ത് ചെയ്യണം, മുട്ടക്കറിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഓയിലും ഫാറ്റും ഒക്കെ അടങ്ങിയ കറികളൊക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് ഒഴിവാക്കാം. നമുക്ക് മുട്ട എങ്ങനെ ഉണ്ടാക്കി തരണം അമ്മ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ബോയിൽ ചെയ്തിട്ട് തായോ അമ്മ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓംലെറ്റ് ഒക്കെ അല്ലെ, അങ്ങനെയൊക്കെ കഴിച്ചു നോക്കുക. അധികം സ്പൈസി ആവാതെ. കൂടുതൽ സ്പൈസി ആവുക, കൂടുതൽ ഓയിലി ആവും തോറും നിങ്ങൾക്ക് ക്ഷീണം കൂടും. അത് പിന്നെ ഒരു ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് മോഡലിലേക്ക് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ മിതമായിട്ട്, വളരെ നോർമൽ ആയിട്ട്, എന്നാൽ കുറച്ചും കൂടിയൊക്കെ ടേസ്റ്റിയില് നിങ്ങളുടെ അമ്മമാർ ഉണ്ടാക്കി തരും. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഫുഡ് വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ വീഡിയോ നിങ്ങളുടെ അമ്മമാർക്കൊക്കെ കാണിച്ചു കൊടുത്തോളൂ, അപ്പം മനസ്സിലാവും. ഓക്കെ, സോ മുട്ടയൊക്കെ കഴിക്കാൻ നോക്കുക. അസറ്റൈൽ കോളിൻ മുട്ടയിലുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ബെറീസ്. ഓക്കെ, ബെറീസ് എന്ന് പറയുന്നത് ബ്രെയിൻ ബെറീസിനെ നമുക്ക് ബ്രെയിൻ ബെറീസ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, എന്തിനാണ്? ഇതിൽ കുറെ ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ബെറീസിൽ എന്തുണ്ട്? ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഓക്കെ, നമ്മളുടെ ബ്രെയിനിനെ സ്ട്രെസ്സിൽ നിന്നും വളരെ സഡനായിട്ട് ആക്സിഡന്റൽ ആയിട്ട് പറ്റുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഈ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഈ ആന്റി ഓക്സിഡൻസ് ഒക്കെ എവിടെയുണ്ട്? ബെറീസിലുണ്ട് കേട്ടോ. നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. ഷോർട്ട് ടേം മെമ്മറി ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന്റെ ടൈമിൽ അല്ലേ. നമ്മളിപ്പം എക്സാം രാവിലെ ആണെങ്കിൽ രാവിലെ ഒരു 10 മണിക്ക് എക്സാം ഉണ്ടെങ്കിൽ 9:15 നമ്മൾ ഇങ്ങനെ മറിച്ചു നോക്കും, മറ്റേ കിട്ടില്ല. ഇപ്പൊ ഷോർട്ട് ടേം മെമ്മറി ഉണ്ടെങ്കിൽ അതപ്പൊ കിട്ടും അല്ലെ. പരീക്ഷ കഴിഞ്ഞിട്ട് മറന്നാലും വലിയ കുഴപ്പമില്ല. അപ്പൊ അതിനൊക്കെ എന്ത് യൂസ് ചെയ്യാം? ഈ ബെറീസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അഗ്രികൾച്ചറൽ ഫുഡ് എന്ന് പറയുന്ന ജേർണലിൽ പറഞ്ഞിട്ടുണ്ട്, ബ്ലൂബെറി കൺസപ്ഷൻ ഇംപ്രൂവ്ഡ് ലേണിംഗ് കപ്പാസിറ്റി ആൻഡ് മോട്ടോർ സ്കിൽസ്. ബ്ലൂബെറി കൺസപ്ഷൻ ലേണിംഗ് കപ്പാസിറ്റി കൂട്ടുന്ന അഗ്രികൾച്ചറൽ ആൻഡ് ഫുഡ് കെമിസ്ട്രിയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ബെറീസ് ഒക്കെ ഇങ്ങനെ വാങ്ങിക്കുന്നത് തെറ്റിപ്പോയി. ബെറീസ് വാങ്ങിക്കുന്നതൊക്കെ വളരെ കോസ്റ്റ്ലി ആയിരിക്കും ചിലപ്പോ. ഓക്കെ, ബെറീസിന് കുറച്ച് വിലയൊക്കെ ഉണ്ട്. ഇപ്പൊ വാങ്ങുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ നമ്മുടെ നാടൻ സ്റ്റൈലില് ബെറീസിനെ അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് നെല്ലിക്ക തിന്നാം, നമ്മളുടെ ഞാവൽപ്പഴം, നമ്മുടെ ജാമൂൻ തിന്നാം. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. എന്തോരം ജാമൂൻസ്, എന്തോരം ഞാവൽപ്പഴങ്ങളൊക്കെയാണ് ഈ നിലത്ത് വീണിട്ടൊക്കെ കേടുവന്ന് പോണത് അല്ലെ. ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന്, ഷോർട്ട് ടേം മെമ്മറിക്ക്. ഓക്കെ, ആന്റി ഓക്സിഡൻസ് ഉള്ള സാധനങ്ങളാണ് ഗ്രേപ്സ്, അതുപോലെ ഗൂസ്ബെറീസ്, നമ്മുടെ നെല്ലിക്ക, നമ്മുടെ ജാമൂൻ ഒക്കെ. അപ്പൊ ഇതൊക്കെ കിട്ടിയാൽ ഒഴിവാക്കണ്ട, വേഗം നല്ലോണം കഴിക്കാൻ നോക്കുക. ഓക്കെ.
അപ്പൊ ഇനി പറയാനുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ചാനല്, സ്കൂളിൽ ലേണിംഗിന്റെ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ജോയിൻ ചെയ്യാത്തവർ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ക്ലാസ് ഓൾമോസ്റ്റ് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് 6th to 10th സ്റ്റാൻഡേർഡ് വരെ വളരെ വിശാലമായ ബാച്ചുകളാണ് നമ്മൾ ഈ കൊല്ലം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് മെറ്റീരിയൽസ് ഉണ്ട്, നമുക്ക് നല്ല ഫാക്കൽറ്റീസ് ഉണ്ട് അല്ലേ? നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ അല്ലേ, കുറെ നല്ല ഫാക്കൽറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ഫീസ് ആണെങ്കിൽ അഫോർഡബിളും ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പിള്ളേർക്കൊക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇനി നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞു? ബെറീസ് കഴിക്കാൻ പറഞ്ഞു, മുട്ട കഴിക്കാൻ പറഞ്ഞു അല്ലെ? ഇനി ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ. ഭൂരിഭാഗം ഞാൻ ആലോചിക്കുമ്പോ ഒരു 90% കുട്ടികളും എന്താ, ഈ ഇലക്കറികളോട് തീരെ ഇഷ്ടമില്ലാത്ത കുട്ടികളാണ്. എന്താണെന്നറിയില്ല, ഈ പറമ്പുന്നും അവിടുന്നും ഒക്കെ പറിച്ചു വന്നിട്ട് നമുക്ക് വെച്ച് തന്നാൽ നമ്മളത് എനിക്ക് വേണ്ടാന്ന് പറയും അല്ലെ? എന്തിനാ അങ്ങനെ പറയുന്നത്? നമുക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്തൊക്കെ ഉപകാരങ്ങൾ ചെയ്തു തരുന്നുണ്ടെന്ന് അറിയാം. അത് ഭയങ്കര ബെനിഫിറ്റ് ഉള്ള ഫുഡ് ഐറ്റംസ് ആണ്. നമ്മുടെ ചീര, നമ്മുടെ മുരിങ്ങ അല്ലെ, ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ബെനിഫിറ്റ്, ഹെൽത്ത് വൈസ് ഭയങ്കര ബെനിഫിറ്റ് ഉള്ള ഫുഡ് ഐറ്റംസ് ആണ്. ഓക്കെ, ഇത് വൈറ്റമിൻ കെ അടങ്ങുന്നുണ്ട് ഇതില്. പിന്നെ ഫോളേറ്റ്, വൈറ്റമിൻ ബി കോംപ്ലക്സിലെ ഫോളേറ്റ്, നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ്, ഇതിന്റെ ഒക്കെ ഫോർമേഷന് വളരെയധികം ഇംപ്രൂവ്മെന്റ് നൽകുന്ന ആൾക്കാരാണ് ഈ ഫോളേറ്റ് ഒക്കെ. വൈറ്റമിൻ ബി കോംപ്ലക്സിലെ മെമ്പർ ആണ്. അതുപോലെ ബീറ്റ കരോട്ടീൻ, ഇതൊക്കെ എന്താ, നമ്മുടെ ബ്രെയിൻ സെൽ ഹെൽത്തിനും കോഗ്നിറ്റീവ് ഡിക്ലൈൻ കുറയ്ക്കുന്നതിനും, അതായത് നമ്മുടെ ബുദ്ധി അല്ലെ, ലേണിംഗ് അബിലിറ്റി, മെമ്മറി പവർ, ഇതൊക്കെ കുറയ്ക്കുന്നതിനും എന്താണ്, കുറയാതിരിക്കുന്നതിനും വളരെ നല്ലതാണ് ഈ പറയുന്ന ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും കണ്ട ഒഴിവാക്കണ്ട. മുരിങ്ങയിലൊക്കെ കണ്ടാ പറിച്ചെടുത്ത് ഉപ്പേരി വെച്ചിട്ടോ തോരൻ വെച്ചിട്ടോ എന്തെങ്കിലും ആയിട്ട് കഴിച്ചോളുക. ഓക്കെ, ഇനി ഹാർവർഡ് മെഡിക്കൽ സ്കൂൾസ് പറഞ്ഞത് എന്താണെന്നറിയോ? A single serving a day of leafy greens can slow down age-related cognitive decline എന്നാണ്. നമുക്ക് വയസ്സാവും തോറും നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ സെൽസ് ഒക്കെ ഡാമേജ് ആയി നമുക്ക് ഓർമ്മക്കുറവ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി കുറയും, നമ്മുടെ ബുദ്ധി കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? അപ്പൊ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു ഇലക്കറി നമ്മുടെ മീലിലുള്ളത് വളരെ നല്ലതാണ് എന്നാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? ഹാർവർഡ് യൂണിവേഴ്സിറ്റി, ഹാർവർഡ് മെഡിക്കൽ സ്കൂള് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ലോക്കൽ ചോയ്സ്, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാട്ടിൻപുറത്ത്, നമ്മുടെ നാട്ടിലുള്ള ചോയ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മുരിങ്ങ, ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന മുരിങ്ങ ലീവ്സ് എടുത്തിട്ട് നമുക്ക് കറി വെച്ച് കഴിക്കാം. ഓക്കെ, മുരിങ്ങ തോരൻ, ചക്കക്കുരു, ഇതൊക്കെ കറി വെച്ച് കഴിച്ചാല് ഏറ്റവും നല്ല ഫുഡാണ് അത്. ഓക്കെ, ആൻഡ് പിന്നെ ഓട്സ് എന്ന് പറയുന്നത് നമുക്ക് പാക്കറ്റിൽ ഇപ്പൊ എല്ലാവരും ഓട്സ് അഡ്വർടൈസ്മെന്റിലൊക്കെ എല്ലാവരും കാണുന്നതാണ് അല്ലെ? ഓട്സ് കഴിക്കാം, അല്ലെങ്കിൽ കഞ്ഞി. ഓക്കെ, കഞ്ഞിയൊക്കെ പനി വന്നാൽ മാത്രമേ നമ്മൾ കഴിക്കൂ. നമ്മളെ പനി ഭക്ഷണമാണ് കഞ്ഞി അല്ലെ? അങ്ങനെ വേണ്ട, കഞ്ഞി ഈസ് ഓൾസോ എ ബെറ്റർ ഫുഡ്. ഓക്കെ, ഓട്സ് എന്ന് പറയുന്നത് ഒരു സ്ലോ ഡൈജസ്റ്റിംഗ് കാർബോഹൈഡ്രേറ്റ് ആണ്. ആൻഡ് ഇറ്റ് ഗീവ്സ് സ്റ്റഡി എനർജി ടു ദ ബ്രെയിനിന് വേണ്ടിയിട്ട് മെല്ലെ മെല്ലെ എനർജി കൊടുക്കുന്ന ആൾക്കാരാണ് ഈ ഓട്സ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് നിങ്ങൾക്ക് അറിയാം, ഇപ്പോ ഒരു മേലനങ്ങി പണിയെടുക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ എനർജി വേണം അല്ലെ? ഏറ്റവും കൂടുതൽ എനർജി ഉള്ളവരാണ് ഇപ്പോൾ ഒരുവിധം കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പണിയെടുക്കുന്നവർ, അല്ലെങ്കിൽ നമ്മളിപ്പോ സ്പോർട്സിനുള്ള പിള്ളേരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, നമ്മുടെ ഭയങ്കര ബോഡി വർക്ക്ഔട്ട് വേണ്ട സംഭവമാണ് ഈ സ്പോർട്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനും വേണം. കാരണം എനർജി, 20% എനർജി നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്യുന്നുണ്ട് ഈവൻ അറ്റ് റെസ്റ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നല്ലോണം എനർജി വേണം. കൂടുതൽ എനർജി കിട്ടുന്ന എനർജി ഗിവിംഗ് ന്യൂട്രിയന്റ് ആണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്. ആ കാർബോഹൈഡ്രേറ്റ് തരുന്ന ആൾക്കാരാണ് ഈ ഓട്സ്, കഞ്ഞി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഓട്സ് വേണ്ട, അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? നമ്മുടെ ഗോതമ്പൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടില്, ഗോതമ്പിന്റെ ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നോക്കുക. അല്ലെങ്കിൽ റാഗിയുടെ കഞ്ഞിയോ ഇതൊക്കെ കഴിക്കാൻ നോക്കുക. റാഗിയൊക്കെ നല്ല രസമായിട്ട് അമ്മമാര് കഞ്ഞി വെച്ച് തരും, ഇപ്പൊ പോയി ചോദിച്ചോ വേണമെങ്കിൽ. ഓക്കെ, അപ്പോ ഓട്സ് യൂസ് ചെയ്യാൻ നോക്കുക. ഇതിൽ വൈറ്റമിൻ B1 എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂട്രിയന്റ് ഉണ്ട്. അപ്പൊ വൈറ്റമിൻ B1 ഓട്സിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ഓട്സ് കിട്ടിയാൽ കളയണ്ട, കഴിച്ചോളാം. ഓക്കെ, അപ്പൊ നമ്മള് ഇത്ര കാര്യങ്ങളൊക്കെ ഇന്ന് പഠിച്ചു. ഓട്സ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആൻഡ് ബെറീസ്, നമ്മുടെ നെല്ലിക്ക കേട്ടോ, നെല്ലിക്ക, ജാമുൻ, ബെറി കിട്ടിയില്ലെങ്കിൽ ഇതൊക്കെ കഴിക്കാം. പിന്നെ എഗ്സ്, പിന്നെ വാൾനട്ട്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി തൊട്ടെങ്കിലും നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കുക. ഇതിന്റെ ഒരു ഹംബിൾ സജഷൻ ആണ് കേട്ടോ. നിങ്ങൾ ഇനി സ്കൂൾ തുടങ്ങുന്നതിന്റെ മുന്നേ നിങ്ങൾ കഴിച്ചു തുടങ്ങി നോക്കൂ. നിങ്ങൾ ഈ സമയം നിങ്ങൾ കുറച്ച് ഇതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് എന്താ എല്ലാ ദിവസവും 2 വാൾനട്ടോ അല്ലെങ്കിൽ ബെറിയോ ഇതൊക്കെ നിങ്ങളുടെ മീലിൽ ഒന്ന് ഉൾപ്പെടുത്താൻ നോക്കൂ.
എങ്ങനെയെങ്കിലും പഠിക്കുന്ന പിള്ളേർക്ക് എങ്ങനെയെങ്കിലൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ ബോഡിയാണ് ആദ്യത്തെ നമ്മുടെ ബേസിക് ഹെൽത്തിന്റെ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മെന്റൽ ഹെൽത്തും വേണം നമുക്ക്, അതുപോലെ തന്നെ നമ്മുടെ ശരീരവും ഒന്ന് ഹെൽത്തി ആയിട്ടിരിക്കണം അല്ലെ, ബോഡി ഹെൽത്തും വേണം. അപ്പൊ ബോഡി ഹെൽത്ത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? മെന്റൽ ഹെൽത്ത് കൂട്ടിയെടുക്കാൻ പറ്റും. അത് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ഓക്കെ, പിന്നെ നിങ്ങളുടെ മീൽസ് എപ്പോഴും ടൈമിനായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ മീൽസ് രാവിലെ, ഉച്ചയ്ക്ക്, അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾ മീൽസ് കഴിക്കുന്നത് ഇന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ടൈം വെക്കുക. ഓക്കെ, ഇപ്പൊ സ്കൂളിൽ പോകുന്നത് കൊണ്ട് ലഞ്ച് ടൈം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുണ്ടാവും. ഇനി എനിക്ക് പറയാനുള്ളതാണ്, ഞാൻ വിട്ടുപോയൊരു കാര്യം, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പേ ചെയ്യരുത്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. എല്ലാ കുട്ടികളും ഇനിയിപ്പോ ട്യൂഷൻ തുടങ്ങും, സ്കൂൾ തുടങ്ങും, രാവിലെ ആവുമ്പോൾ ഒരു ഓട്ടാണ് ബാഗ് കൊടുത്തിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, ഒന്നും കഴിക്കില്ല. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾ പിന്നെ സ്കൂളിൽ പോയി ആദ്യത്തെ പീരീഡ് നിങ്ങൾക്ക് ഉറക്കം വരും, പിന്നെ ഉച്ചയാകുമ്പോഴേക്കും വിശന്ന് തുടങ്ങും. ഉച്ചയ്ക്ക് ഫുഡ് കഴിഞ്ഞാൽ 2 to 3 വരെയുള്ള പീരീഡ് ഒരിക്കലും നമ്മൾ കേൾക്കില്ല അല്ലെ. 2 to 3 വരെയുള്ള പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് എന്തോ ഉറക്കത്തിന്റെ പീരീഡ് ആണ്. അപ്പൊ വരുന്ന ടീച്ചേഴ്സിനും ആ പീരീഡ് ഇഷ്ടമല്ല, കുട്ടികൾക്കും ആ പീരീഡ് ഇഷ്ടമല്ല. എന്തുകൊണ്ടാ? രാവിലെ തൊട്ടുള്ള ക്ഷീണം ആ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിൽ തീർത്ത് നമ്മളൊന്ന് ഉറങ്ങിപ്പോണ സമയമാണത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം. അത് സ്കിപ്പ് ചെയ്യരുത്. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദ ബ്രെയിൻ ഫുഡ്. ബ്രെയിൻ ഫുഡാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? മീൽസ് ഒക്കെ ടൈമിന് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ പഠിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഹെവി ആയിട്ടല്ല, ലൈറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ, ഇപ്പൊ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു, അല്ലെങ്കിൽ ഇനി പഠിക്കാനിരിക്കുന്നു, ഇനി നാളെ രാവിലെ എണീറ്റ് പഠിക്കാനിരിക്കുന്നു, എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കഴിക്കണം കേട്ടോ. അല്ലാതെ ഹെവി ആയിട്ട് 5-6 പൊറോട്ടയും കുറച്ച് കറിയൊക്കെ എടുത്ത് കഴിക്കുക, അങ്ങനെയല്ല പറയുന്നത്. ലൈറ്റ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചു തുടങ്ങുക. ഓക്കെ, കഴിച്ചു തുടങ്ങുക, എന്നിട്ട് പഠിക്കാനിരിക്കുക. കാരണം പഠിക്കുമ്പോൾ നമ്മുടെ എനർജി, നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ കയറ്റുകയാണല്ലേ നമുക്ക് പഠിക്കാനുള്ളതൊക്കെ. 5-6 പേജൊക്കെ ആയിരിക്കും ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നത് ബ്രെയിനിലേക്ക്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യരുത്? നമുക്ക് ലൂസ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ചെങ്കിലും ഫുഡ് കഴിക്കുക, അപ്പോഴേ ഒരു എനർജറ്റിക് ആവുള്ളൂ. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം. സ്റ്റേ ഹൈഡ്രേറ്റഡ്. ചെറുതായിട്ട് ഡീഹൈഡ്രേഷൻ നമ്മുടെ ബോഡിയിൽ വന്നാൽ പോലും നമുക്ക് അത്രയും എനർജി ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അത്രയും എനർജി ലൂസ് ആവും, നമ്മുടെ മെമ്മറി പവറിനെ അത് ബാധിക്കും. അപ്പൊ എന്ത് ചെയ്യുക? നന്നായിട്ട് വെള്ളം കുടിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. നിങ്ങൾ ഫുഡിൽ ഞാൻ പറഞ്ഞ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങളൊന്ന് ഉൾപ്പെടുത്തി നോക്കും പറ്റുന്ന വിധത്തില്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 6th to 10th വരെ ഉണ്ട്. അപ്പൊ എല്ലാരും എന്ത് ചെയ്യണം? സ്കൂളിനെ ഫോളോ ചെയ്തോളൂ. നമ്മളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. ഒരിക്കലും പേടിക്കണ്ട. ഇനിയിപ്പോ ഇന്ന് ഇതൊക്കെ പറഞ്ഞു എന്ന് കരുതിയിട്ട് ഇത് കേട്ടിട്ട് എനിക്കിനി തൊട്ട് ഇങ്ങനത്തെ ജങ്ക് ഫുഡ് വേണ്ട, ഫാസ്റ്റ് ഫുഡ് വേണ്ട, അങ്ങനത്തെ ഉറച്ച തീരുമാനങ്ങളൊന്നും എടുക്കണം എന്ന് ഞാൻ പറയില്ല. പക്ഷെ എന്ത് ചെയ്യണം? നന്നായിട്ട് അതൊക്കെ കുറച്ചൊന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ച് മുന്നിൽ കിട്ടിയാൽ കഴിക്കണ്ട എന്നൊന്നും ഞാൻ പറയില്ല. കഴിച്ചോളൂ, പക്ഷെ അധികം ആവരുത്. ഓക്കെ, അപ്പം നന്നായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നല്ലോണം ഹെൽത്തി ആയിട്ടിരിക്കുക. ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിനുശേഷം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടി, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നിങ്ങളുടെ സമയം എന്ന് പറയുന്നത് പഠിക്കാനുള്ളതാണ് അല്ലെ. അപ്പൊ ഒരുമിച്ച് നമുക്ക് തുടങ്ങാം. നമ്മുടെ ക്ലാസ് ഒക്കെ തുടങ്ങുന്നതിന്റെ മുന്നേ എനിക്കിത് പറയണം എന്ന് തോന്നി, അതുകൊണ്ടാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. ഓക്കെ, മൈസെൽഫ് വിബിന അഗെയിൻ, മറക്കണ്ട. ഓക്കെ, സോ ബൈ ഫോർ ടുഡേ. സോ സ്മാർട്ട് ഫുഡ്, സ്മാർട്ട് ബ്രെയിൻ. ഓക്കെ.